നമുക്കൊരു ചെറുകഥ കേൾക്കാം. രണ്ട് ചെറുപ്പക്കാർ തങ്ങളുടെ ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞ ശേഷം ഭവനങ്ങളിൽ വിസിറ്റിങ്ങിന് വേണ്ടി ഇറങ്ങി. അവർ ഇങ്ങനെ പല ഭവനങ്ങളിലും കൂടെ കയറി യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വീട്ടുടമസ്ഥൻ ഇവരുടെ അടുക്കൽ ഓടി വന്നു. എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണമേ, എനിക്ക് നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പശുക്കിടാവ് കുറച്ച് ദിവസമായിട്ട് തളർന്ന് വീണ് കിടക്കുക, നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എല്ലാ ഭവനങ്ങളിലും കയറി പ്രാർത്ഥിക്കുന്നത് പോലെ അട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ ദേവദാസന്മാർ ആ ഭവനത്തിലേക്ക് ഇരുന്നു. അവിടെ നോക്കുമ്പോൾ ഒരു പശുക്കിടാവ് തളർന്ന് കിടക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ ദേവദാസന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുടമസ്ഥൻ ഒരു നിമിഷം നിൽക്കണമേ എന്ന് പറഞ്ഞു. വീട്ടുടമസ്ഥൻ എന്നിട്ട് ഓടിച്ചെന്ന് ഈ പശുക്കിടാവിന് മൂക്കുകയറിടാനുള്ള കയറും സൂചിയും എടുത്തുകൊണ്ട് വന്നു. പശുക്കിടാവിന് മൂക്കുകയറിടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ദേവദാസന്മാർ ചോദിച്ചു, എന്തിനാണിപ്പോൾ ധൃതി പിടിച്ച് ഈ മൂക്കുകയറിടുന്നത്? ഞങ്ങൾ പോയ ശേഷം ഇട്ടാൽ പോരെ? എന്നാൽ ആ വീട്ടുടമസ്ഥൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പശുക്കിടാവ് എഴുന്നേൽക്കും, പിന്നെ അതിന് മൂക്കുകയറിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് തളർന്നു കിടക്കുന്നത് കൊണ്ട് എനിക്ക് എളുപ്പത്തിൽ മൂക്കുകയറിടാൻ സാധിക്കും. ആ ദേവദാസന്മാർ അമ്പരന്ന് പോയി. എല്ലാ ഭവനങ്ങളിലും കയറി പ്രാർത്ഥിക്കുന്ന പോലെ ഇവിടെയും പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ആ വീട്ടുടമസ്ഥൻ്റെ വിശ്വാസം കണ്ടപ്പോൾ അവർ നെഞ്ചുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. അവർ ശ്രദ്ധയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പശുക്കിടാവ് ചാടി എഴുന്നേൽക്കുവാനിടയായി. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ സംഭവിക്കുമോ, പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുമോ, അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ലാതെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ വീട്ടുടമസ്ഥൻ്റെ വിശ്വാസം ദൈവം കണ്ട് പശുക്കിടാവിനെ എഴുന്നേൽപ്പിക്കുവാനിടയായി. നമുക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം, ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും.